ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇതാ കോക്കൂരാണ്, കാരക്കൂത്തുനിന്ന് 2 ദിവസം മുന്നേ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കോഴിക്കോട് പ്രോഗ്രാമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4:30 നീച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂടെ വേറൊരു യൂട്യൂബർ കൂടെ ഉണ്ട്, അവരെ കാറിലാണ് പോണത് കേട്ടോ. അപ്പോൾ മോനിതാ അതിന് വേണ്ടിയിട്ട് തലേ ദിവസം ഓടിക്കളിച്ചതാ. അപ്പോൾ നല്ലൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, തലയൊക്കെ ആകെ വീണ് പൊട്ടി. പക്ഷേ അതിമൊരു മുറിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇന്നലെ നേരാക്കി വെച്ച്. ഇന്ന് രാവിലെ കഴുകാനൊന്നും സമ്മതിക്കണില്ല കേട്ടോ, തൊടാൻ തന്നെ സമ്മതിക്കണില്ല. എന്നിട്ട് കാലമക്കൂടെയാണ് കുപ്പായൊക്കെ ഇട്ടെടുത്തത് കേട്ടോ. പിന്നെ 2 ആളായിട്ടാണ് ഞാൻ പോണത്, ചെറിയ 2 ആളായിട്ടാണ് കേട്ടോ പോണത്. കോഴിക്കോട് വെച്ചിട്ടാണ് പ്രോഗ്രാം. ആസ്പെയിൻ ഓഡിറ്റോറിയത്തിൽ WCC പ്രോഗ്രാമിന് പോവുകയാണ് കേട്ടോ. ചെറിയൊരു പേടിയും അതോടൊപ്പം വലിയ സന്തോഷവും ഒക്കെ ഉണ്ട്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നിന്നൊന്ന് മാറി പുതിയ അനുഭവം, പുതിയ ആൾക്കാരെ കാണാൻ പഠിക്കാൻ ഒക്കെ പോകുന്ന ഒരു ദിവസമല്ലേ. എല്ലാം നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാണ് കേട്ടോ യാത്ര തുടങ്ങുന്നതൊക്കെ. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്കും ഇന്നത്തെ ദിവസം ഞാൻ കാണിച്ചു തരാം. ചെന്നിട്ട് അവിടുത്തെ വ്ളോഗിൽ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 7 മണിയൊക്കെ ആകുമ്പോൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മേലെ കുന്നുണ്ട്, കുന്നത്ത് കൂടെ കേട്ടോ നടക്കുന്നത്. അവർ പാലച്ചോട് പറഞ്ഞ സ്ഥലത്ത് കാറിൽ വന്ന് നിൽക്കാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. പിന്നെ മോൻക്ക് വേറെ ഡ്രസ്സുണ്ട്, അത് ബാഗിൽ വെച്ചിരിക്കുകയാണ്. കാറിൽ നിന്ന് പകുതിയൊക്കെ ആകുമ്പോൾ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. എൻ്റെ ഏട്ടത്തിയാണ് ഞങ്ങളാണ്ട് ആക്കി തരുന്നത്. നല്ല കുന്നത്ത് കൂടെ പോകണം, നല്ല നായ്ക്കളുടെ ശല്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തുണക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നായ്ക്കളുണ്ടാവണാവോ? മുത്തമ്മടുത്ത് പോണോ? ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു കുന്നാണ് കേട്ടോ. ഓള് വേഗം കയറി പോകുന്നുണ്ട്. എനിക്ക് തീരെ കയറാൻ വയ്ക്കണില്ല, എൻ്റെ 2 കാലും മുറിഞ്ഞ് പോണ മാതിരിയാണ് കേട്ടോ. ഭയങ്കര ശ്വാസം മുട്ടും കിതപ്പൊക്കെയാണ് ഈ ഒരു കുന്നം കയറുമ്പോഴത്തേനും എനിക്ക് അനുഭവിക്കണം. എന്താണെന്നറിയില്ല, നല്ല രക്തക്കുറവുണ്ടക്ക്, അതുകൊണ്ടാണെന്നൊക്കെ തോന്നുന്നത്. എല്ലാം ശ്വാസം മുട്ടുണ്ട്, നല്ല കിതക്കണമുണ്ട്. ഇറക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, കയറ്റം കയറാൻ എന്നൊക്കെ വയ്ക്കൂല കേട്ടോ. എന്താ എൻ്റെ 2 കാല് നടക്കവയ്യ. അങ്ങനെ കൊന്നു എൻ്റെ അമ്മ കുന്നത്തെ കയ്യ. എവിടെ ഓള്? വായോ വായ്മെടുക്ക. അതിൻ്റെ കാലം ഇങ്ങോട്ട് വായ, കരയണ്ട. എൻ്റെ കാല് എന്താടി? ഇതിനെന്തായാലും പേര് പറയാൻ ഞാൻ മറന്ന്. എന്താണ് നമ്മൾ പണ്ട് മദ്രസ പഠിക്കുമ്പോൾ കയറിയില്ലേ ഇതിൻ്റെ വെള്ളത്താണ്ടി. അതിൻ്റെ മേലെ കയറിയില്ലേ ചെറുപ്പത്തിൽ? ഇവിടെ ഒക്കെ ആറിട്ടില്ലേ ആ പെണ്ണ് കറില്ലേ? നമ്മളെ എന്താണ് അതിൻ്റെ പേര്? നീതു നിത്യ? അങ്കണവാടി നമ്മളെ കോഴിക്കോട്. ഇതാണ് നമ്മളെ വഴി. കുറക്കല്ലയച്ചോ?
അതാ നമ്മക്ക് പോവാൻ പറ്റില്ല മോളെ, JCB ഉണ്ട് അവിടെ. ഇവിടുന്ന് ഞങ്ങൾ ചാടേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ റോഡ് പണിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അപ്പുറത്ത് കിടക്കാൻ വയ്ക്കില്ല, ആകെ JCB നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ വീട്ടിലത്തെ മതിൽ ചാടിയിട്ട് അപ്പുറത്തേക്ക് കടന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു കാറ് വരാൻ വേണ്ടിയിട്ട്. അവരെ യൂട്യൂബ് ചാനലിൻ്റെ പേര് R1 ബ്രൈറ്റർ എന്നാണ് കേട്ടോ. അപ്പോൾ അവരെ കൂടെയാണ് നമ്മൾ പോകുന്നത്. മോൻ്റെ മുറി ആകെ ആ ഒരു ഇടങ്ങേറുണ്ട് കേട്ടോ മനസ്സിൽ. കാറ് അപ്പോൾ ഇതാ കാറ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാറിൽ കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ റെജി പോയിട്ടുണ്ടായിരുന്നു, താത്ത പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ഇങ്ങനെയൊക്കെ പോണതും ഇങ്ങനെയൊക്കെ ഒരു അവാർഡ് വാങ്ങാനായിട്ട് സ്റ്റേജിൽ കയറുന്നതും. അതൊക്കെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. പിന്നെ ഇത്രയും ദൂരം നമ്മൾ കാറിൽ പോണതൊക്കെ ആദ്യമായിട്ടാണ്. ജീവിതത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സമയം എടുക്കണം എന്ന് തോന്നും. അതുപോലത്തെ ദിവസമായിരുന്നു കേട്ടോ. ഒന്ന് നല്ല ഹാപ്പി ആയിരുന്നു. മക്കളൊന്നും ഇല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു, എന്നാലും കൊണ്ടുപോയാൽ എനിക്ക് നോക്കാൻ കഴിയില്ല എന്നുണ്ട്. ഇപ്പം രണ്ടാൾ ചെറിയ ഓറ്റിങ് തന്നെ കാണാതെ കരയൂലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കൈ പിടിച്ചത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല യാത്രയിലാണ് കേട്ടോ. നല്ല റോഡാണ്. ഇപ്പം നല്ല റോഡും ചുറ്റുമുള്ള കാഴ്ചകളും നല്ല ഫീലാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മാറിപ്പോകുമ്പോൾ നമ്മൾ മനസ്സൊക്കെ ഒന്ന് നല്ലൊരു ഹാപ്പി മൂഡായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ WCC പ്രോഗ്രാമിലേക്ക് അടുത്തെത്തി. എന്തൊക്കെ പഠിക്കാൻ പറ്റും, എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് നല്ല ആകാംക്ഷ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരണ്ടേ. ഇപ്പം എല്ലാം ഓക്കെയാണ്, സെറ്റാണ്. അകത്തേക്ക് പോവാം, അവിടെ നിന്ന് നമുക്ക് സംസാരിക്കാം കേട്ടോ. ഇപ്പോൾ പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നിവിടെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായതും എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റി, അതൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ പറയാം കേട്ടോ. ഇപ്പോൾ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വ്ളോഗിൽ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. WCC പ്രോഗ്രാം മുഴുവനായിട്ട് അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.